പാർട്ടി കൊടിയുമായിട്ട് തെരുവിലിറങ്ങിയ സഖാക്കൾക്ക് ഇനി പുറം ലോകം കാണാൻ കഴിയില്ല. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പറഞ്ഞു വരുന്നത്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അല്ലെങ്കിൽ മകൾ വീണ വിജയനും വേണ്ടിയിട്ട് ED ഉദ്യോഗസ്ഥരെ തടഞ്ഞ ആക്രമണം അഴിച്ചുവിട്ട 25 പാവപ്പെട്ട സഖാക്കളുടെ ജീവിതത്തെ പറ്റിയാണ്. ഇപ്പോൾ ഇവരുടെ ജീവിതം ജയിലരിക്കുള്ളിൽ തീരുകയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന 3 DYFI CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കൂടി ഹൈക്കോടതി ഇപ്പോൾ കർശനമായിട്ട് തള്ളിയിരിക്കുകയാണ്. അതീവ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയ കേസായതിനാൽ ഇനി ഈ 25 ചെറുപ്പക്കാർക്ക് ഉടനെങ്ങും പുറം ലോകം കാണാൻ കഴിയില്ല എന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് കോടതി വിധിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കേസിൽ അന്വേഷണം നേരിടുന്ന ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോ അല്ലെങ്കിൽ മകൾ വീണ വിജയനോ നിലവിൽ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ലാതെ സുരക്ഷിതരായിട്ട് പുറത്ത് നടക്കുന്നുണ്ട് എന്നതാണ്. പാർട്ടിയുടെയും നേതാക്കളുടെയും ആഹ്വാനം കേട്ട് ആവേശം മൂത്ത് ED വണ്ടി തകർക്കാനും ഉദ്യോഗസ്ഥരെ തല്ലാനും ഓടിയെത്തിയ സാധാരണക്കാരായ പാവപ്പെട്ട യുവാക്കളാണ് ഇപ്പോൾ ദിവസങ്ങളായിട്ട് ജയിലിൽ കടന്ന് നിറയിക്കുന്നത്. സമരത്തിന് ആളെ കൂട്ടിയ വമ്പൻ നേതാക്കളെല്ലാം AC മുറികളിൽ സുഖമായിട്ടിരിക്കുമ്പോൾ സാധാരണക്കാരായ അണികളുടെ കുടുംബങ്ങൾ ഇപ്പോൾ അനാഥരായിരിക്കുകയാണ്. അതായത് ഈ സംഭവം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ സഹിതം കേന്ദ്രമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്ന് ഈ പിണറായി വിജയന്റെ വീട് ED പരിശോധിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് തിരുവനന്തപുരത്തുണ്ടായത്. അത്തരം വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. കാറുകൾ അടിച്ചു പൊട്ടിക്കുന്നു, വലിയ രീതിയിലുള്ള പ്രതിഷേധം, മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. അങ്ങനെ ആൾക്കൂട്ടമായിരുന്നു. ഈ DYFI CPM പ്രവർത്തകരായിരുന്നു അതിന് മുന്നിൽ നിന്നത്. പക്ഷേ അവിടെ ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് ഈ പിണറായി വിജയൻ VD സർക്കാർ ഇതിൽ വളരെ മൗനം പാലിച്ചായിരുന്നു നിന്നത്. കാരണം യാതൊരു നടപടിയും അപ്പോൾ അവർ കൈക്കൊണ്ടില്ല. ഇത് നേരെ കേന്ദ്രം ഇടപെടും, കേന്ദ്രമായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകുക, കേന്ദ്രമായിരിക്കും അന്വേഷിക്കുക, കേന്ദ്രമായിരിക്കും അറസ്റ്റ് ചെയ്യുക എന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യം ഈ VD സർക്കാരിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരവിടെ വലിയ രീതിയിലുള്ള നടപടി ഒന്നും എടുക്കാതിരുന്നത്. കാരണം കേന്ദ്രം ഇത് ഇടപെട്ട് കഴിഞ്ഞാൽ ഇവർ അഴിക്കുള്ളിൽ പോകും, വലിയ രീതിയിലുള്ള നീക്കങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസുകൾ വരും, ഇവർക്ക് പിന്നെ ഇനി ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ VD സർക്കാരിന്റെ പോലീസ് വളരെ മൗനം പാലിച്ച സമയത്തായിരുന്നു കേന്ദ്രത്തിന്റെ ഒരു അന്വേഷണം വന്നതും ഈ പറയുന്ന 25 പേരെ തെരഞ്ഞുപിടിച്ച് ജയിലിലാക്കിയത്. എന്തായാലും മാസപ്പടി കേസിൽ വീണ വിജയനെ ED മണിക്കൂറുകളോളം ചെയ്തപ്പോഴോ അല്ലെങ്കിൽ തെളിവെടുപ്പിനായിട്ട് ബാങ്കുകളിൽ കൊണ്ടുപോയപ്പോഴോ അവരെ സംരക്ഷിക്കാൻ ഒരൊറ്റ സഖാവ് പോലും പ്രതിഷേധവുമായിട്ട് തെരുവിൽ ഇറങ്ങിയിരുന്നില്ല. കേസ് കോടതിയിലും ED ഓഫീസിലും എത്തിയപ്പോൾ നേതാക്കളെല്ലാം സ്വന്തം തലരക്ഷിക്കാൻ മാറി നിൽക്കുകയാണ് ചെയ്തത്. നേതാക്കളുടെ മക്കളെല്ലാം വലിയ ഉദ്യോഗങ്ങളും ബിസിനസ്സുകളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുമ്പോൾ പാർട്ടിക്കൊടി പിടിച്ച് അക്രമത്തിന് പോയ പാവപ്പെട്ട അണികൾ ജാമ്യം പോലും എടുക്കാൻ ആരുമില്ലാതെ ഇപ്പോൾ ജയിലിനുള്ളിൽ കഴിയുകയാണ്. പോലീസിന്റെയും മീഡിയയുടെയും കയ്യിൽ അക്രമം നടത്തിയ ചെറുപ്പക്കാരുടെ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങളും തെളിവുകളും ഉള്ളതിനാൽ ഈ ഒരു കേസിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടുക എന്ന കാര്യം വളരെ അസാധ്യമാണ്. വിചാരണ തീരുന്നത് വരെ ഈ 25 പേരും ജയിലിൽ തന്നെ കഴിയേണ്ടി വരുമെന്നതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം നേതാക്കൾക്കും അവരുടെ മക്കൾക്കും വേണ്ടി ജീവനും ജീവിതവും കളഞ്ഞ് ജയിലിലായ ഈ സഖാക്കളെ രക്ഷിക്കാൻ ഇനി പാർട്ടിക്ക് സാധിക്കുമോ, അതോ ഇവരുടെ ജീവിതം ഒരുപക്ഷെ ജയിലിനുള്ളിൽ അവസാനിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഈ CMRL മാസപ്പടി കേസിലെ ED റെയ്ഡിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ പറയപ്പെടുന്ന ഈ 25 പേർക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിരുന്നു. അതായത് ആദ്യമേ ഈ ഒരു പ്രതിഷേധം നടന്നപ്പോൾ പറഞ്ഞത് സഖാവ് തിരിച്ചു വന്നു, ഈ തണുത്ത് ഉറച്ചിരുന്ന CPM പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി വലിയ പ്രതിഷേധമുണ്ട്, ഞങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല, ഇതിനെയും ഞങ്ങൾ നേരിടുമെന്ന് പിണറായി വിജയൻ പോലും മൈക്കിന് മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ്. അവസാനം എന്താണ് സംഭവിച്ചത്? ഈ പിണറായി വിജയൻ തന്നെ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയ ഈ ചെറുപ്പക്കാരിന്ന് എവിടെയാണ്? എത്ര ദിവസമായിട്ട് അവർ ജയിലിൽ കിടക്കുകയാണ്. അതിന് യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ അവരെ പുറത്തിറക്കാനുള്ള നീക്കങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നീക്കങ്ങൾ ഒരുപക്ഷെ നടന്നാലും ഇവര് ഈ ഒരു ജയിലിനുള്ളിൽ അല്ലെങ്കിൽ കേസിനുള്ളിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വരിക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ ആ EDയുടെ കാർ തല്ലി പൊളിക്കുന്നതും അല്ലെങ്കിൽ ഈ പ്രതിഷേധം നടത്തുന്നതും ഒക്കെ വളരെ വ്യക്തമായിട്ടുള്ള വിഷ്വലും അല്ലെങ്കിൽ ആ ഡിജിറ്റൽ തെളിവുകൾ കോടതിക്ക് മുമ്പാകെ ഈ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ കേന്ദ്ര ഏജൻസികൾ ഈ പറയുന്ന കാര്യങ്ങൾ നൽകുന്നത് കൊണ്ട് തന്നെ ഇവർ പുറത്തിറങ്ങുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു വന്ന ഒരു സംഭവങ്ങളിലേക്ക് പോവാം. ഈ
ED ഉദ്യോഗസ്ഥരെ തടഞ്ഞത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിഷേധമല്ല എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മറിച്ച് തലേ ദിവസം തന്നെ കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്തെന്നാണ് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇപ്പോൾ സൈബർ സെൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ആക്രമണത്തിനായിട്ട് പ്രതികൾ പ്രത്യേകം രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പുകളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ED ഉദ്യോഗസ്ഥരുടെ ലൊക്കേഷൻ തത്സമയം പങ്കുവച്ചതിന്റെ രേഖകളും പോലീസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. 2 FIRകളിലായിട്ട് അതീവ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതികളായ 25 പേരുടെയും ജാമ്യ സാധ്യതകൾ പൂർണ്ണമായിട്ടും അടഞ്ഞിരിക്കുകയാണ്. 2 FIR എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ടത് ഒന്ന് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, രണ്ടാമത്തത് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഈ 2 കാര്യത്തിലാണ് FIR ഇട്ടിരിക്കുന്നത്. ഇനി മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ രണ്ടാമത്തെ FIRൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കടുത്ത വകുപ്പുകളാണ് പ്രതികളുടെ ഭാവി ഇരുട്ടിലാക്കുന്നത്. കേന്ദ്ര സുരക്ഷാ സേനയായ CRPF ഓഫീസർക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കും ED ഡ്രൈവർക്കും നേരെ മാരകായുധങ്ങളുമായിട്ട് നടത്തിയ ആക്രമണമായതിനാൽ കൊലപാതക ശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ED ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ വീണ വിജയനെ സംരക്ഷിക്കാൻ ഒരു നേതാവ് പോലും തെരുവിൽ ഇറങ്ങിയിരുന്നില്ല. പക്ഷേ അവിടെ ഈ പറയുന്നത് പോലെ തന്നെ പിണറായി വിജയന്റെ വീട് പരിശോധിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് ചെറുപ്പക്കാർ വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ കോളിളക്കമാണ്. അതായത് ഞങ്ങളുടെ സഖാവ് വന്നു, തിരിച്ചു വന്നു, ഇതിനെ നേരിടും. പക്ഷെ ഇപ്പൊ എന്തായി അവസ്ഥ? ഈ പാവപ്പെട്ട സാധാരണ വീട്ടിലെ അല്ലെങ്കിൽ സാധാരണക്കാരായ ചെറുപ്പക്കാർ ഇന്ന് ജയിലിനുള്ളിലാണ് കഴിയുന്നത്. മാത്രമല്ല ഇതിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ഈ സാധാരണക്കാരായ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് ഈ ചിലവിന് കൊടുക്കാൻ പോലും പൈസ ഇല്ല. അതിന് തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുന്നതും കാണാം. ഈ അക്രമവുമായി ബന്ധപ്പെട്ട് പ്രതികളുടെയും അക്രമത്തിന് ആഹ്വാനം നൽകിയ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിന്മാരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. അക്രമത്തിൽ പങ്കെടുത്തവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഇവരുടെ സമീപകാലത്തെ പണമിടപാടുകൾ പരിശോധിച്ചും വരുന്നുണ്ട്. ഇനി ഡിജിറ്റൽ തെളിവുകളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും കൃത്യമായിട്ടുള്ളതിനാൽ തന്നെ കേസിൽ നിന്ന് പ്രതികൾക്ക് അത്ര എളുപ്പം ഊരിപ്പോകാൻ കഴിയില്ല എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം നേതാക്കളുടെ കുടുംബത്തിനു വേണ്ടി ജീവിതം കളഞ്ഞ ഈ ചെറുപ്പക്കാർക്ക് നിയമസഹായം നൽകാൻ പോലും പാർട്ടി മടി കാണിക്കുകയാണ്. പോലീസ് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നതോടെ ഈ 25 പേരുടെയും ഭാവി പൂർണ്ണമായിട്ട് അനിശ്ചിതത്വത്തിലാവുകയാണ്. വിചാരണ തീരുന്നത് വരെ റിമാൻഡ് തടവുകാരായിട്ട് ഇവർ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. നേതാക്കളുടെ മക്കൾ വലിയ ബിസിനസ്സുകളും ആഡംബര ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്ക് വേണ്ടി ചോര ചീന്താൻ പോയ പാവപ്പെട്ട അണികൾക്ക് ജാമ്യം പോലും എടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. സ്വന്തം നേതാക്കളെ അന്ധമായിട്ട് വിശ്വസിച്ച് ജയിലിലായി സാധാരണ സഖാക്കളെ രക്ഷിക്കാൻ പാർട്ടിക്ക് ഇനി സാധിക്കുമോ, അതോ ഇവരുടെ ജീവിതം ജയിലിനുള്ളിൽ തന്നെ അവസാനിക്കുമോ എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ 25 ചെറുപ്പക്കാരുടെ ജാമ്യം നിഷേധിക്കപ്പെട്ടതിലൂടെ പാർട്ടി കൂറിനെ കുറിച്ചും അണികളുടെ സംരക്ഷണത്തെ കുറിച്ചും വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ മുഖമാണ് ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നത്. സ്വന്തം നേതാവിന്റെ മകൾക്ക് നേരെ അന്വേഷണ ഏജൻസികൾ വിരൽ ചൂണ്ടിയപ്പോൾ ആവേശം മൂത്ത് നിയമം കയ്യിലെടുക്കാൻ തെരുവിൽ ഇറങ്ങിത്തിരിച്ച പാവപ്പെട്ട അണികൾ ഇപ്പോൾ ദിവസങ്ങളായിട്ട് ജയിലഴിക്കുള്ളിൽ നരകിക്കുകയാണ്. എന്നാൽ ഇതേ നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ കനത്ത നിയമക്കുരുക്കളിൽപ്പെട്ട അണികളെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുന്നത്. ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടേണ്ടത് പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ നട്ടലില്ലായ്മയാണ്. ED വണ്ടികൾ തകർക്കാനും ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും അണികൾക്ക് ആഹ്വാനം നൽകിയ പ്രമുഖ നേതാക്കളെല്ലാം ഇപ്പോൾ കോടതിയിലും ED ഓഫീസിലും സ്വന്തം മുൻകൂർ ജാമ്യത്തിനു വേണ്ടി വക്കീലുമാരെ വെച്ച് നെട്ടോട്ടം ഓടുകയാണ്. ഇനി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾ വീണ വിജയന് യാതൊരുവിധ പരിക്കുമേൽക്കാതെ നയതന്ത്ര പരിരക്ഷയോടെ പുറത്തു നിൽക്കുമ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എരിതീയിലേക്ക് ചാടിക്കൊടുത്ത 25 സാധാരണ കുടുംബങ്ങളാണ് ഇന്നിപ്പോൾ കണ്ണീരൊഴുക്കുന്നത്. എന്തായാലും വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ ED ഇരച്ചുകയറിയപ്പോൾ തങ്ങൾ വലിയ പ്രതിരോധം തീർക്കുമെന്ന് അവകാശപ്പെട്ട പാർട്ടി ഇപ്പോൾ അണികൾ ജയിലിലായപ്പോൾ പൂർണ്ണമായിട്ടും കൈമലർത്തുകയാണ്. 2 FIRകളിലായിട്ട് അതീവ ഗുരുതരമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ഹാജരാക്കിയതോടെ കേസ് നടത്താനുള്ള ഭീമമായിട്ടുള്ള കോടതി ചെലവുകൾ പോലും വഹിക്കാൻ പാർട്ടി തയ്യാറാകുന്നില്ല. ആവശ്യമുണ്ടായിരുന്നപ്പോൾ മാത്രം അണികളെ തെരുവിൽ അടിമകളെ പോലെ ഉപയോഗിക്കുകയും കളി കൈവിട്ടപ്പോൾ അവരെ ഒറ്റിക്കൊടുത്ത് മാളത്തിൽ ഒളിക്കുകയും ചെയ്യുന്ന ഈ ഒരു രാഷ്ട്രീയ ശൈലി ശുദ്ധമായിട്ടുള്ള ചതി മാത്രമാണ്. എന്തായാലും രാഷ്ട്രീയ യജമാനന്മാരുടെ ആഹ്വാനങ്ങൾ കേട്ട് നിയമം കയ്യിലെടുക്കാൻ പോകുന്ന ഈ ഇന്നത്തെ യുവതലമുറയ്ക്കുള്ള കണ്ണു തുറപ്പിക്കുന്ന വലിയൊരു പാഠമാണിത്. നേതാക്കൾ നിങ്ങൾക്ക് വലിയ പദവികളും സംരക്ഷണവും വാഗ്ദാനം ചെയ്ത അക്രമത്തിലേക്ക് തള്ളിവിടുമെങ്കിലും നിയമത്തിന്റെ ഇരുമ്പഴിക്കുള്ളിൽ എത്തുമ്പോൾ നിങ്ങളുടെ കുടുംബം മാത്രമേ നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ ഉണ്ടാകൂ എന്ന കൈപ്പേറിയ യാഥാർത്ഥ്യമാണ് ഈ 25 ചെറുപ്പക്കാരുടെ ജീവിതം തെളിയിക്കുന്നത്. അന്ധമായിട്ട് പാർട്ടി ഭക്തി തലയ്ക്ക് പിടിച്ച് സ്വന്തം ഭാവി നശിപ്പിക്കുന്നവർ ഈ ഒരു ഇരട്ടത്താപ്പ് കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്.